മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമ മഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇളകിമറിയും തിരമാല കണ്ട് ഭയന്നിടേണ്ട ദൈവത്തിൻ പൈതലേ, ഇളകിമറിയും തിരമാല കണ്ട് ഭയന്നിടേണ്ട ദൈവത്തിൻ പൈതലേ, മുന്നോട്ട് പോയിടമല്ലോ. ജീവിതമാം തോണി ഉലഞ്ഞിടുമ്പോൾ, കാറ്റും കോളും വന്ന് ആഞ്ഞടിക്കുമ്പോൾ, ഭയപ്പെടേണ്ട എന്ന് വാക്കു തന്നവൻ, മാറുകില്ല മറക്കുകില്ല ശക്തനാണവൻ. ഭയപ്പെടേണ്ട എന്ന് വാക്കു തന്നവൻ, മാറുകില്ല മറക്കുകില്ല ശക്തനാണവൻ. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിന്റെ ദാസൻ PC വർഗീസ് എറണാകുളം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. ഭാഗ്യവാന്മാരെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അനേക വേദഭാഗങ്ങൾ നമുക്കറിയാം. എന്നാൽ നാം ഇപ്പോൾ വായിച്ചു കേട്ട വേദഭാഗം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഇവിടുത്തെ പ്രധാനമായ ചിന്താവിഷയം തടവിലായ യോഹന്നാൻ സ്നാപകനോടുള്ള ബന്ധത്തിൽ ക്രിസ്തു പറഞ്ഞിട്ടുള്ള ഒരു വചനമാണ് നാം ഇവിടെ വായിച്ചത്. ഈ കാലഘട്ടങ്ങളിലുള്ള ദൈവമക്കൾക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത നൽകുന്ന വാക്യം തന്നെയാണ്. നാം അതങ്ങനെ തന്നെ പരിഗണിക്കേണ്ടതും ആവശ്യമാണ്. ക്രിസ്തുവിന് മുന്നോടിയായി രംഗപ്രവേശം ചെയ്ത യോഹന്നാൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു, ഗർജിക്കുന്ന ഒരു സിംഹമായിരുന്നു എന്ന് പറയുന്നതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. ഹെരോദ രാജാവിന് തൻ്റെ സഹോദരൻ്റെ ഭാര്യയായ ഹെരോദ്യയുമായിട്ട് അവിഹിതമായൊരു ബന്ധം ഉണ്ടായിരുന്നു. ആ വിഷയത്തെ ഭീരുത്വത്താൽ ആരും തുറന്നു പറയാതിരുന്നപ്പോൾ, ഹെരോദാവേ, നീ ചെയ്യുന്നത് വ്യഭിചാരമാണ് എന്ന് സധൈര്യം പരസ്യമായി പ്രഖ്യാപിച്ച ഒരു പ്രവാചകനായിരുന്നു യോഹന്നാൻ. കൊട്ടാരത്തിലും നാട്ടിലുമൊക്കെ ഇത് വലിയ കൊളിളക്കം സൃഷ്ടിച്ചു. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി. നമുക്കറിയാം, തന്നെ കാരാഗ്രഹത്തിൽ അടയ്ക്കുവാൻ ഇടയായി. ഇന്നും പല ആളുകളും പലരുടെയും തെറ്റുകൾ മൂടിവെക്കുന്ന, അതിനെ തുറന്ന് ശാസിക്കാൻ കഴിയാതെ, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സമയം കണ്ടെത്താതെ അവഗണിച്ചു പോകുന്ന ചില നേതൃത്വങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ നമുക്കൊരു ഉത്തരവാദിത്വം തെറ്റിനെ ചൂണ്ടിക്കാണിക്കുക, അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ ഇടയാകുക എന്നുള്ളതാണ്. അവർക്ക് തെറ്റ് തിരുത്തുവാൻ സമയമുണ്ടായിട്ടും അത് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അനന്തരഫലം അത് അവരിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അത് നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ്. കാരാഗ്രഹത്തിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രശ്നസങ്കീർണമാണ്. വളരെ മുഷിഞ്ഞ ഒരു സ്ഥലം, ഒരുപക്ഷെങ്കിൽ വേണ്ടത്ര സൗകര്യമില്ലാത്ത ഒരു സ്ഥലം, വൃത്തികെട്ട ഒരു സ്ഥലമൊക്കെ ആയിരിക്കാം ഈ കാരാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ യോഹന്നാൻ കിടക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ തൻ്റെ ആരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ടാകാം. ശാരീരികമായും മാനസികമായിട്ടുമൊക്കെ താൻ വളരെ തളർന്നും ക്ഷീണിച്ചും പോയിട്ടുണ്ട് എന്ന്
മറ്റൊരു യോഹന്നാൻ്റെ മറ്റൊരു വാക്കിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണ് യോഹന്നാൻ പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്: അപ്പോൾ തന്നിൽ വിശ്വസിക്കുവാൻ അല്ലെങ്കിൽ ആശ്രയിക്കുവാൻ ദൈവം യോഹന്നാനോടും തിരുവെഴുത്തിലൂടെ പറയുമ്പോൾ യോഹന്നാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വാസ്തവത്തിൽ നീ തന്നെയാണോ മശിഹ? വരുവാനുള്ളവൻ നീ തന്നെയാണോ? അതോ ഞങ്ങൾ മറ്റേ ആരെയെങ്കിലും കാത്തിരിക്കണമോ എന്ന് ചോദിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മുടെയൊക്കെ ഉള്ളിൽ ചില ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അവിശ്വാസവും സംശയവും ഉടലെടുക്കുന്നത്. അതൊരാത്മിക രോഗമായി പടരുവാനുള്ള സാധ്യതയുണ്ട്. കഷ്ടതയുടെ കാരാഗ്രഹത്തിലും ക്ഷീണിച്ചിരിക്കുന്ന ആരെങ്കിലും നമ്മൾ ഇന്ന് ഈ വചനം കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ക്ഷീണം മറക്കുവാൻ, ബലപ്പെടുവാൻ, ശക്തിപ്പെടുവാൻ നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ വളരെ ബലവത്താണ്. തളർന്നു പോകുക അതിനുവേണ്ടിയല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിന്നെയോ പ്രതിസന്ധിയുടെയും പ്രതിബന്ധങ്ങളുടെ നടുവിൽ കർത്താവിനെ ഉയർത്തുക, അതാണ് വിശ്വാസത്തെ ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. 107 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ നമുക്ക് ഏറെ വായിച്ച് ആശ്വസിക്കുവാൻ കഴിയുന്ന ഒരു സങ്കീർത്തനമാണ്. അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു എന്നും അപ്പോൾ അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചുവെന്നും നാം അവിടെ വായിക്കുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മുടെയൊക്കെ ഉള്ളിൽ ക്ഷീണം വരുമ്പോൾ, ആത്മീകമായ ചില ക്ഷീണം, തളർച്ച ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ സങ്കീർത്തനത്തിലെ വാക്യം നമുക്ക് എത്രയോ ആശ്വാസം നൽകുന്നതാണ്. യോഹന്നാനോട് കർത്താവ് പറഞ്ഞ മറുപടി, അല്ലെങ്കിൽ യോഹന്നാനു വേണ്ടി കർത്താവ് പറഞ്ഞ ആ കാര്യം വളരെ വളരെ ആത്മീകമായി നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇടറിപ്പോകാത്ത ഒരാൾ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരില്ല എന്നല്ല. ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ നാം കളയുകയോ നാം നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുകയോ ചെയ്യുന്നവരാണോ എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കണം. യേശു അവിടെ യോഹന്നാനെ കാരാഗ്രഹത്തിൽ പോയി കണ്ടില്ല. യോഹന്നാന്റെ ശിരസ് ഛേദിക്കരുത് എന്ന് ശുപാർശ ചെയ്തില്ല. ഇതൊന്നും യേശു ചെയ്തില്ല എങ്കിൽ പോലും യോഹന്നാന് യേശുവിനോടുള്ള സ്നേഹം ഒരിക്കലും മാറിപ്പോയില്ല. പരാതിയോ പരിഭവമോ പിറുപിറുപ്പോ ഒന്നും യോഹന്നാന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. കർത്താവിന് വേണ്ടി എല്ലാ കാര്യങ്ങളും സഹിക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു. കാരണം തൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാത്തിനും കർത്താവിന് ഒരു പ്ലാനുണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കണം. കർത്താവിന് നമ്മെക്കൊണ്ട് ഉദ്ദേശമുണ്ട്. നമുക്കറിയാം, ലാസർ മരിച്ചു, ലാസർ ദീനമായി കിടക്കുന്നുവെന്ന് യേശുവിനെ അറിയിച്ചു. പക്ഷേ യേശു അവിടെ പോയില്ല. അന്നേരം പിന്നെ എപ്പോഴാണ് പോയത്? മരിച്ച് 4 നാൾ കഴിഞ്ഞപ്പോഴാണ്. എന്തുകൊണ്ടാണ് കർത്താവ് രോഗിയായി കിടന്നപ്പോൾ പോകാതെ ലാസർ മരിച്ചപ്പോൾ പോയത്? ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവം ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതിന് ചില സന്ദർഭങ്ങൾ, സാഹചര്യങ്ങളുടെ വഴികളിലൂടെയൊക്കെ ദൈവം നമ്മളെ കടത്തിവിട്ടു എന്ന് വരാം. അതിൽ നമ്മൾ പരിഭവിക്കാതെ, സങ്കടപ്പെടാതെ ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്ന് കാത്തിരുന്ന് കാണുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം നമുക്ക് ഭാഗ്യവാന്മാരുടെ ഗണത്തിൽ സന്തോഷത്തോടെ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ. അവിടുത്തെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.